ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗെഹിനോം എന്ന താഴ്വര. ക്രിസ്ത്യാനികളുടെയും ജൂതരുടെയും നരകസങ്കല്പമായ ഗെഹന്നയും ഇസ്ലാമിലെ നരകസങ്കല്പമായ ജഹന്നവും വരുന്നത് ഈ ഗെഹിനോം എന്ന വാക്കിൽ നിന്നാണ്. ഈ പച്ചപ്പ് നിറഞ്ഞ പാർക്ക് എങ്ങനെ മൂന്ന് മതങ്ങളുടെ നരകസങ്കല്പത്തിന് പ്രതീകമായി? യേശു ഈ നരകത്തെക്കുറിച്ച്, ഗഹന്നയെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചത്? അതെങ്ങനെ ക്രിസ്തീയ മരണാന്തര ജീവിതങ്ങളെ മാറ്റിമറിച്ചു എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കും. അധ്യായം 1, ഗെഹിനോം എന്ന നരകം. ഇപ്പോ നമ്മൾ വീഡിയോയിൽ കാണുന്നത് ജെറുസലേം പട്ടണത്തിന് പുറത്തുള്ള ഒരു താഴ്വരയാണ്. ഈ താഴ്വരയുടെ പേരാണ് ഗെഹിനോം അഥവാ ഹിനോമിന്റെ താഴ്വര. ബൈബിളില് നമ്മൾ ഇതിന് വേറൊരു പേരും കാണാറുണ്ട്, ബെൻഹിനോം താഴ്വര അഥവാ ഹിനോമിന്റെ മക്കളുടെ താഴ്വര. കഴിഞ്ഞ 2500 വർഷങ്ങളായിട്ട് ഈ താഴ്വരയുടെ പേര് ഗെഹിനോം എന്ന് തന്നെയാണ്. ഈ ഗെഹിനോം എന്ന വാക്ക് ചുരുക്കിയാണ് ഗഹന എന്ന വാക്കുണ്ടായത്. ഈ ഗഹന എന്ന വാക്കാണ് ക്രിസ്തുമതത്തിലും ജൂതമതത്തിലും നരകത്തെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഗെഹിനോം എന്ന വാക്ക് പരിണമിച്ചാണ് അറബിക് പദമായ ജഹന്നം എന്ന വാക്കുണ്ടായതും. ഈ ജഹന്നം എന്ന വാക്കാണ് ഇസ്ലാം മതത്തിൽ നരകത്തെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ റോഡും പാർക്കും ഒക്കെയുള്ള ഈ താഴ്വര, ഈ പഴയ ജെറുസലേം പട്ടണത്തിന് പുറത്തുള്ള ഈ താഴ്വര എങ്ങനെയാണ് പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ജൂതമതത്തിലും ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും നരകത്തിന്റെ പ്രതീകമായത്? അതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ 2500 വർഷം പിറകിലോട്ട് പോകണം. 2500 വർഷം മുമ്പ് ഇസ്രയേൽ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും, രാജാവായിട്ടുള്ള അഹാസും പിന്നീട് രാജാവായിട്ടുള്ള മനാസയും തങ്ങളുടെ മക്കളെ അഗ്നിയിലൂടെ നടത്തി എന്ന്. ഇന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ അഗ്നിയിലൂടെ നടത്തി എന്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക ക്ഷേത്രാചാരങ്ങളായിട്ടുള്ള കനലാട്ടം പോലത്തെ സംഭവങ്ങളാണ്. പക്ഷെ ചരിത്രകാരന്മാര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അഗ്നിയിലൂടെ നടത്തുക എന്ന് പറഞ്ഞാല് കുട്ടികളെ കൊന്ന് ദഹനബലി അർപ്പിക്കുക എന്നാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് അക്കാലത്ത് യൂദയ പ്രദേശത്ത് യെരുശലേമിനടുത്ത് നരബലി നടന്നിരുന്നു എന്നാണ്. എന്നാൽ യെരുശലേമിൽ മാത്രമാണോ നരബലി നടന്നിരുന്നത്? അല്ലേ അല്ല. അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളായിട്ടുള്ള ടൈറില്, സീതോണില്, സിസിലിയില്, കാർത്തേജില്, സാർദീനിയയില്, മാൾട്ടയില് ഒക്കെ നരബലി നടന്നതിന്റെ തെളിവുകൾ, ചരിത്ര അവശിഷ്ടങ്ങൾ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബൈബിളിൽ തന്നെ വായിച്ചെടുക്കാം, ജെറുസലേമിലും മൊവാബിയരുടെ ഇടയിലും അമോനിയരുടെ ഇടയിലും ഒക്കെ നരബലി നടന്നതായിട്ട്. അപ്പോ ഒരു ചോദ്യം ഉണ്ടാവുക, എന്തിനാണ് ഇവര് കുട്ടികളെ ബലി കൊടുത്തിരുന്നത്? അതിനായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ സമൂഹങ്ങളിലെല്ലാം അവരുടെ ആദ്യജാതരം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും അമൂല്യമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവപ്രീതിക്കായിട്ട് ഏറ്റവും നല്ലതിനെ അവര് ബലിയായിട്ട് അർപ്പിച്ചിരുന്നു. അതിപ്പോ ആദ്യജാതനായാലും ശരി, കന്നുകാലികളായാലും ശരി, വിളയായാലും ശരി. ഇപ്രകാരം അവരുടെ ആദ്യജാതരെ, അവർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി, അവരുടെ പരമ്പര നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവർ ഏറ്റവും കഷ്ടത അനുഭവിക്കുവാണെങ്കിൽ ആ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തിന് ബലിയായിട്ട് അർപ്പിച്ചു. ഇതിനുള്ള ഉദാഹരണങ്ങള് ബൈബിളിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയും. ആദ്യത്തെ ഉദാഹരണം വരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. നമുക്ക് ജഫ്ത എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ അറിയാം. അദ്ദേഹം അമോനിയർക്കെതിരെ യുദ്ധം ചെയ്യുവാണ്. അപ്പൊ ആ യുദ്ധത്തിൽ ജയിക്കാനായിട്ട് ജഫ്ത യഹോവയോടൊരു വാഗ്ദാനം ചെയ്യുവാണ്, ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ ആ വാതിലിലൂടെ വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ യഹോവയ്ക്ക് ബലിയായിട്ട് അർപ്പിക്കുമെന്ന്. യുദ്ധം ജയിച്ച ജഫ്ത വീട്ടിലെത്തിയപ്പോ ആദ്യം കാണുന്നത് തന്റെ പ്രിയ മകളാണ് വാതിലിലൂടെ പുറത്തു വരുന്നതായിട്ട്. പക്ഷെ യഹോവയോടുള്ള വാക്ക് ജഫ്ത നിറവേറ്റുക തന്നെ ചെയ്തു. 2 മാസം കഴിഞ്ഞ് ജഫ്ത തന്റെ മകളെ ബലിയർപ്പിച്ചു. സാധാരണ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചോദിക്കാത്ത ചോദ്യം, ആർക്കാണ് ജഫ്ത ബലിയർപ്പിച്ചത് എന്നാണ്. ജഫ്ത വാഗ്ദാനം ചെയ്തത് യഹോവയ്ക്കാണ്, അതുകൊണ്ട് തന്നെ ജഫ്ത ബലിയർപ്പിച്ചത് യഹോവയ്ക്കാണ്. രണ്ടാമത്തെ സംഭവം വരുന്നത് 2 രാജാക്കന്മാരിൽ നിന്നാണ്. ഇവിടെ മൊവാബിയ രാജാവായ മെഷേക്ക് ഇസ്രയേലിയരുമായിട്ട് യുദ്ധത്തിലാണ്. അന്നേരം ഇസ്രയേലിയരാകട്ടെ
ഈ മൊവാബ് രാജ്യത്തെ വളഞ്ഞു. അങ്ങനെ മെഷേക്ക് തോൽക്കുമെന്നൊരു ഘട്ടം വന്നപ്പോ മെഷേക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ അടുത്ത കിരീടാവകാശിയായിട്ടുള്ള തന്റെ മകനെ മതിലിന്മേൽ ദൈവത്തിന് ബലിയർപ്പിച്ചു. ഇവിടെ മൊവാബിയരുടെ ദൈവം എന്ന് പറയുന്നത് ചമോഷാണ്. ഉടൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി ഇസ്രയേലിനെ തുരത്തി. ജഫ്തയും മെഷേക്കും അവര് രണ്ടുപേരും ദുർഘടമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ്. അവർക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല. യഹോവയ്ക്കും ചമോഷനും അവര് ബലിയർപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. തുടർന്ന് യുദ്ധം ജയിച്ച ശേഷം ജഫ്ത സ്വന്തം മകളെ ബലി കഴിച്ചു. മെഷേക്കാവട്ടെ ആ യുദ്ധത്തിനിടയ്ക്ക് തന്റെ മകനെ ബലിയർപ്പിക്കുകയും ചെയ്തു. ഇതിന് ഫലമായിട്ട് ഇവര് രണ്ടുപേരും യുദ്ധം ജയിക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം ആദ്യജാതരെ തങ്ങൾക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയും തങ്ങളുടെ പരമ്പര നിലനിർത്താൻ വേണ്ടിയും ഏതെങ്കിലും ദുർഘട സന്ദർഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ആ സമൂഹങ്ങൾ ബലി അർപ്പിക്കുക എന്നുള്ളത് വളരെ സാധാരണമായിരുന്നു. പക്ഷേ ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന ഇസ്രായേലിയർ അവർക്ക് യഹോവയ്ക്ക് വേണ്ടി ഈ ബലി അർപ്പണം നടത്തുന്നത്, സ്വന്തം മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ ബലി അർപ്പിക്കുന്നത് വളരെ നികൃഷ്ടമായിട്ട് അവർ കരുതി. അതുകൊണ്ട് തന്നെ അവര് ലേവ്യ പുസ്തകത്തിലൊക്കെയുള്ള നിയമങ്ങൾ മാറ്റി എഴുതി യഹോവയ്ക്ക് മനുഷ്യരെയും കുട്ടികളെയും ഒക്കെ ബലിയർപ്പിക്കുന്നതിന് പകരം കാളകളെയും പ്രാവുകളെയും ആടുകളെയും ഒക്കെ ബലിയർപ്പിക്കാനായിട്ട് നിയമങ്ങൾ മാറ്റി എഴുതി. അതേപോലെ ഇപ്രകാരം മനുഷ്യബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ ബലി അർപ്പിക്കുന്നവരെ ശിക്ഷിക്കാനും നിയമങ്ങൾ പുതുതായിട്ട് വന്നു. എന്നിട്ടും പല സ്ഥലങ്ങളിലും ഈ ബലി തുടർന്നു. അതുകൊണ്ട് തന്നെ പല പ്രവാചകന്മാരും പിന്നീട് വന്ന പല ബൈബിൾ എഴുത്തുകാരും ബലിയർപ്പണങ്ങൾ അവ വൈദേശികമാണെന്ന് ആരോപിച്ചു. അവയ്ക്കെതിരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകുകയും ചെയ്തു. ഇപ്രകാരം മാറ്റി എഴുതിയത് കൊണ്ട് തന്നെ പഴയ നിയമത്തിൽ ഇതേപോലത്തെ ബലി അർപ്പിച്ച സംഭവങ്ങളെല്ലാം വൈദേശികരായിട്ടുള്ള ദേവന്മാർക്ക് പ്രാകൃതമായ രീതിയിൽ ബലി അർപ്പിച്ചു എന്ന രീതിയിലാണ് വായിക്കാൻ കഴിയുക. പക്ഷെ വരികൾക്കിടയിൽ വായിച്ചാൽ ഇന്നും യഹോവയ്ക്ക് വേണ്ടി ബലി അർപ്പിച്ചതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ഇന്ന് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിയർക്കിടയിൽ പല സ്ഥലങ്ങളിൽ തങ്ങളുടെ ആദ്യജാതരെ ബലി അർപ്പിക്കുന്ന ഒരു ആചാരം നിലവിലുണ്ടായിരുന്നു. ജെറുസലേമിലായിരുന്നു അവരുടെ രാജ്യത്വം കുടികൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജെറുസലേമിന് പുറത്തുള്ള ഈ ബെൻഹിനോം എന്ന് പറയുന്ന താഴ്വരയിലാണ് ഈ രാജാക്കന്മാര് തങ്ങളുടെ കുട്ടികളെ ബലി അർപ്പിച്ചിരുന്നത്. ഇരമ്യാ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഈ ബെൻഹിനോം താഴ്വരയില് ബലി അർപ്പിക്കാനായിട്ട് ബാലിന് ധൂപപീഠങ്ങൾ നിർമ്മിച്ചു. അവിടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദഹനബലിയായിട്ട് ബാലിന് അർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ബെൻഹിനോം എന്ന് പറയുന്ന താഴ്വര ഇത് ഞാൻ കൊലയുടെ താഴ്വരയായിട്ട് മാറ്റും. ഇവിടെ ബാലിനു വേണ്ടി ബലി അർപ്പിച്ചവരെ, ആ യഹൂദരെ, ആ യെരുശലേം നിവാസികളെ ഞാൻ വാളിനിരയാക്കും. അവരുടെ ജഡങ്ങൾ കൊണ്ട് ഈ താഴ്വര ഞാൻ നിറയ്ക്കും. ഈ താഴ്വരയിലെ ഈ ജഡങ്ങൾക്ക് ശരിയായ ഒരു സംസ്കാരം കിട്ടില്ല. ഈ ശവശരീരങ്ങൾ പക്ഷികൾ കുത്തിത്തിന്നും, മൃഗങ്ങൾ ഭക്ഷിക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ സംസ്കാരത്തിൽ ഇസ്രായേൽ ഉൾപ്പെടുന്ന ആ പ്രദേശത്തെ സംസ്കാരങ്ങൾക്ക് മരണശേഷം ശരിയായിട്ടുള്ള ഒരു ശവസംസ്കാരം കിട്ടുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. അതുകൊണ്ട് നല്ല ശവസംസ്കാരം കിട്ടിയില്ല എന്നത് ഏറ്റവും വലിയ അപമാനമായിട്ടാണ് ആ സമൂഹം കരുതിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യായുടെ പുസ്തകത്തിൽ കാണുന്നത് ദൈവനിന്ദകരുടെ ശവശരീരങ്ങൾ പൊതുസ്ഥലത്ത് കിടക്കും, ആ ശവശരീരങ്ങളിലെ പുഴു ചാകുന്നില്ല, തീ കെടുന്നുമില്ല. ഇപ്രകാരം ബെൻഹിനോം എന്ന് പറയുന്ന താഴ്വര, ഗെഹിന്നോം എന്ന് പറയുന്ന താഴ്വര ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനത്തിന്റെ, ഏറ്റവും വലിയ ശാപത്തിന്റെ താഴ്വരയായിട്ട് മാറി. അവിടെ ശവശരീരം വീഴുക എന്ന് പറയുന്നത് ദൈവം ശപിക്കുന്നതിന് തുല്യമാണ്. ഇപ്രകാരം ശപിക്കപ്പെട്ടവർക്ക് എന്ത് പറ്റുമെന്ന് യെശയ്യാ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ശവശരീരങ്ങളിലെ പുഴു ചാകത്തില്ല, തീ കെട്ടുപോകത്തുമില്ല. ഇങ്ങനെയാണ് ഗെഹിനോം എന്ന് പറയുന്ന താഴ്വര അതിന്റെ രക്തരൂഷിത ചരിത്രം കൊണ്ട് അപമാനത്തിന്റെ പ്രതീകമാകുന്നതും ആ അപമാനത്തിന്റെ പ്രതീകത്തിൽ നിന്ന് നിത്യ നരകത്തിന്റെയും നിത്യശാപത്തിന്റെയും നിത്യ അവമതിയുടെയും ഗഹനയായിട്ട് പരിണമിക്കുകയും ചെയ്തത്. ഇവയെല്ലാം തുടങ്ങിയത് അപ്പോക്കലിപ്റ്റിക് വിശ്വാസങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നമുക്ക് ആ അപ്പോക്കലിപ്റ്റിക് വിശ്വാസങ്ങൾ അടുത്ത അധ്യായത്തിൽ പരിശോധിക്കാം. അധ്യായം 2, സ്നാപക യോഹന്നാനും
അപ്പോക്കലിപ്സ് വിശ്വാസങ്ങളും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്പോക്കലിപ്സ് വിശ്വാസങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. യേശുവും സ്നാപക യോഹന്നാനും പഠിപ്പിച്ചിരുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പോക്കലിപ്സ് വിശ്വാസങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ അപ്പോക്കലിപ്സ് വിശ്വാസങ്ങളിൽ 5 പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ഉള്ളത്. നമുക്ക് ആ തത്വങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേത്, ഇന്നത്തെ ലോകം ദൈവം ആഗ്രഹിച്ച പോലെയല്ല. ദൈവത്തിന് പകരം സാത്താനും, നന്മയ്ക്ക് പകരം തിന്മയും, നീതിക്ക് പകരം അനീതിയും, നീതിമാന്മാർക്ക് പകരം നീചന്മാരുമാണ് ഇന്നത്തെ ലോകം ഭരിക്കുന്നത്. ഇതിനാൽ തന്നെ ദൈവം ഒരു പുതുലോകം സംവിധാനിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഇഹലോകം നശ്വരമാണ്. രണ്ടാമത്തേത്, ഉടൻ തന്നെ ദൈവം ചരിത്രത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിന് മനുഷ്യരിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കും. മനുഷ്യർക്ക് ഈ അനീതിയെയോ തിന്മയെയോ ഒന്നും തിരുത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നീതി പുനഃസ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അനീതി മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ, നന്മ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ഉടൻ ചരിത്രത്തിൽ പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് കുറെ വർഷങ്ങൾ കഴിഞ്ഞല്ല, മറിച്ച് ഉടൻ തന്നെയാണ്. മൂന്നാമത്തേത്, ദൈവത്തിന്റെ വിധിയും അതിലൂടെ മാറി മറിയുന്ന ചരിത്രവും. ദൈവം ചരിത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഇഹലോകം തന്നെ മാറി മറിയും. ഇന്ന് അനീതിയാലും തിന്മയാലും ലോകം ഭരിക്കുന്ന പലരും പിൻപന്മാരാകും. ഇവരുടെ അനീതി സഹിക്കുന്ന നീതിമാന്മാർക്ക് അവർക്ക് അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കും. അവരോട് കാണിച്ച അനീതിക്ക് ദൈവം പകരം ചോദിക്കും. ദുഷ്ടന്മാർക്ക് അവർ ചെയ്ത അനീതിക്ക് തക്കവണ്ണമുള്ള ശിക്ഷ ലഭിക്കും. നാലാമത്തത്, ദൈവത്തിന്റെ ഈ അന്ത്യവിധിയിലേക്ക് മരിച്ചവരെ കൂടെ ഉൾപ്പെടുത്തും. ചരിത്രത്തിന്റെ താളുകളിൽ പല ആൾക്കാരും അനീതി സഹിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ചരിത്രത്തിന്റെ താളുകളിൽ പല അനീതി പ്രവർത്തിച്ചവരും മരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ മരിച്ചുപോയവരെ മരണത്തിന്റെ നിഴലിൽ നിന്ന് ദൈവം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ അനീതി പ്രവർത്തിച്ചവർക്ക്, പീഡിപ്പിച്ചവർക്ക് ദൈവം ശിക്ഷ നൽകും. അത് നിത്യമായ പീഡയാകാം, നിത്യമായ നാശമാകാം. എന്നാൽ നീതി ലഭിക്കേണ്ടവർക്ക്, പീഡിപ്പിക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കും. അവർക്ക് പുതുജീവൻ ലഭിക്കും. അഞ്ചാമത്തേത്, ദൈവം ഈ വിധി നടപ്പാക്കിയ ശേഷം നീതിമാന്മാർക്ക് വേണ്ടി ദൈവം ഒരു പുതുലോകം സൃഷ്ടിക്കും. ഈ പുതുലോകം വരുന്നതോടെ ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളും രാജ്യത്വങ്ങളും എല്ലാം മാറിപ്പോകും. ദൈവത്തിന്റെ നീതിയും ശാന്തിയും സമാധാനവും ഈ പുതുലോകത്തില് പുലരും. ഈ അപ്പോക്കലിപ്റ്റിക് വിശ്വാസങ്ങൾ നിലനിന്നിരുന്ന നൂറ്റാണ്ടിലേക്കാണ് സ്നാപക യോഹന്നാനും യേശുവും പിറന്നു വീഴുന്നത്. ഈ വിശ്വാസങ്ങളാണ് അവര് പ്രഘോഷിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആദ്യം സ്നാപക യോഹന്നാനെ ശരിക്കൊന്ന് പരിചയപ്പെടാം. സ്നാപക യോഹന്നാനെ യേശുവിന് മുന്നോടിയായിട്ട് വരുന്ന ഏലിയ പ്രവാചകനായിട്ടാണ് സുവിശേഷങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. യോഹന്നാനെ യേശുവിന്റെ ഒരു സഹായകൻ എന്നുള്ള റോളിലാണ് സുവിശേഷങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യോഹന്നാനെ അറിയാനായിട്ട് നമുക്ക് വേറൊരു സോഴ്സ് ഉണ്ട്. ജൂവിഷ് ചരിത്രകാരനായ ജോസീഫസിന്റെ ജൂത ചരിത്രത്തിലാണ്. ഈ ജോസീഫസ് യേശുവിനെ കുറിച്ച് 1-2 വരികളെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ സ്നാപക യോഹന്നാനെ കുറിച്ച് 1-2 പാരഗ്രാഫുകൾ ജോസീഫസ് എഴുതിയിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നത് ജനപ്രിയനായിട്ടുള്ള, നല്ലവനായിട്ടുള്ള, നീതിമാനായിട്ടുള്ള ഒരു ഗുരുവായിട്ടാണ്. ജനങ്ങളോട് യോഹന്നാൻ പ്രഘോഷിച്ചത് ഒരു നീതിയുടെ സന്ദേശമായിരുന്നു. യോഹന്നാന്റെ ഈ സന്ദേശത്തിൽ ആകൃഷ്ടരായി വളരെ വലിയ ജനക്കൂട്ടങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ ഉണ്ടായ ഈ ജനപ്രീതി അവിടുത്തെ ഹെറോദാസ് രാജാവിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു വിപ്ലവമോ അല്ലെങ്കിൽ അട്ടിമറിയോ ഉണ്ടാകുമോ എന്ന് ഹെറോദാസ് രാജാവ് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യോഹന്നാനെ മക്കറൂസ് എന്ന് പറയുന്ന ജയിലില് തടവിലാക്കുന്നുണ്ട്. തുടർന്ന് സ്നാപക യോഹന്നാനെ ഹെറോദാസ് കൊല്ലുന്നുണ്ട്. പിന്നീട് ഒരു യുദ്ധത്തില് ഹെറോദാസ് രാജാവ് തോറ്റോടുമ്പോൾ യഹൂദര് പറയുന്നത് നീതിമാനായിട്ടുള്ള ഈ ഗുരുവിനെ, സ്നാപക യോഹന്നാനെ കൊന്നതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ പരാജയമുണ്ടായത് എന്ന്. നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാപക യോഹന്നാനെയാണ് നമ്മൾ ജോസീഫസിൽ കണ്ടത്. സ്നാപക യോഹന്നാൻ പഠിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ ആശ്രയിച്ച നിർവാഹമുള്ളൂ. സ്നാപക യോഹന്നാന്റെ സന്ദേശം ഏറ്റവും നന്നായിട്ട് വിവരിക്കുന്നത് ഈ സർപ്പസന്തതികളെ എന്ന് തുടങ്ങുന്ന പ്രസംഗത്തിലാണ്. സ്നാപക യോഹന്നാന്റേത് എന്ന് പറയുന്ന ഈ പ്രസംഗം നമുക്ക് മത്തായിയിലും കാണാം, ലൂക്കായിലും കാണാം. യോഹന്നാൻ പറയുന്നു, വൃക്ഷങ്ങളുടെ കടക്കില് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഇത് വ്യാഖ്യാനിക്കാൻ വളരെ എളുപ്പമാണ്. വൃക്ഷങ്ങളുടെ കടക്കില് കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അന്ത്യവിധിയാണ് സൂചിപ്പിക്കുന്നത്. നല്ല ഫലം തരാത്ത വൃക്ഷങ്ങൾ തീയിലെറിയപ്പെടുമെന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ അന്ത്യവിധിയാണ്. ഈ സ്നാപക യോഹന്നാൻ പ്രഘോഷിക്കുന്നത് ഒരു അപ്പോക്ലിപ്റ്റിക് വിശ്വാസം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്നാപക യോഹന്നാനിൽ നിന്നാണ് യേശു
ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും തുടർന്ന് പരസ്യ ജീവിതം തുടങ്ങുന്നതും യേശു പഠിപ്പിച്ച അന്ത്യവിധിയെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഗഹന്നയെക്കുറിച്ചും നമ്മൾ അടുത്ത അധ്യായത്തിൽ സംസാരിക്കും. അധ്യായം 3, യേശുവും ഗഹന്നയും. ബൈബിളിൽ തന്നെ ഏറ്റവും കൂടുതൽ നരകം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് യേശുവാണ്. ഗ്രീക്കിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിൽ ഗഹന്ന എന്ന വാക്കാണ് ഈ നരകത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഗഹന്ന എന്ന വാക്ക് 12ഓളം തവണ പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ തന്നെ 7 തവണ പ്രത്യക്ഷപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. എന്നാൽ ഒരു തവണ പോലും ഗഹന്ന എന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഇത് എനിക്ക് വളരെ കൗതുകകരമായി തോന്നി. കാരണം ഒരേ സന്ദേശം ശ്രവിച്ച ശിഷ്യന്മാരിൽ മത്തായി നരകത്തെ പറ്റി കുറെ തവണ പരാമർശിക്കുന്നു, എന്നാൽ യോഹന്നാൻ ഒരു തവണ പോലും ഗഹന്ന എന്ന നരകത്തെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ത്യവിധിയെക്കുറിച്ച്, നിത്യശിക്ഷയെക്കുറിച്ച് യേശു എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാൻ നമുക്ക് സുവിശേഷങ്ങൾ മാത്രം വെച്ച് പരിശോധിക്കാം. യേശു പഠിപ്പിക്കുന്നത് ദൈവരാജ്യം അകലെയല്ല, മറിച്ച് വളരെ അടുത്താണ്. ഏത് നിമിഷം വേണമെങ്കിലും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്ന അന്തിമ വിധി ഉണ്ടാകും. ഈ അന്തിമ വിധിയിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും വിധിക്കപ്പെടും. നീതിമാന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും, എന്നാൽ ദുഷ്ടന്മാർ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റപ്പെടും. നമ്മള് ഈ സീരീസിൽ സംസാരിക്കുന്നത് നരകത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് നരകത്തെ പറ്റി യേശു എന്തു പഠിപ്പിച്ചു എന്ന് നമുക്ക് പടിപടിയായിട്ട് നോക്കാം. പല്ലുകടിയും കരച്ചിലും. പലപ്പോഴായി നരകത്തെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ ഈ പല്ലുകടിയും കരച്ചിലും എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. നമുക്ക് ഇതിന്റെ സന്ദർഭം ഒന്ന് പരിശോധിക്കാം. മത്തായിലും ലൂക്കായിലും മാത്രമാണ് ഈ പല്ലുകടിയും കരച്ചിലും എന്ന വചനം നമ്മൾ കാണാറുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1 തവണയും മത്തായുടെ സുവിശേഷത്തിൽ 6 തവണയുമാണ് ഈ വചനം പ്രത്യക്ഷപ്പെടുന്നത്. ലൂക്കാ സുവിശേഷകന്റെ ഭാഗം മാത്രം എടുത്ത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മത്തായിയുടെ 8-ാം അധ്യായം മാത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ദൈവരാജ്യത്തിൽ നിന്ന് ദുഷ്ടരെ പുറന്തള്ളുമ്പോൾ അവർക്കുണ്ടാവുന്ന ദേഷ്യവും നിരാശയും വിഷമവുമാണ് ഈ പല്ലുകടിയും കരച്ചിലും കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും. ഇപ്പോ നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്നു, എന്നാൽ അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. ചിലര് പല്ലുകടിക്കും, എന്നാൽ ചിലര് കരയും. ഇത് ആണ് സ്വാഭാവികമായിട്ടുള്ള വായന. എന്നാൽ മത്തായി സുവിശേഷകന് ഈ വാക്യം വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേറെ 5 സ്ഥലത്തും, പലപ്പോഴും അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ, ഈ പല്ലുകടിയും കരച്ചിലും എന്ന വാക്യം മത്തായി സുവിശേഷകൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയെല്ലാം നരകത്തിന് പകരമായിട്ടാണ് ഈ വാക്യം ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ രസകരമായ ഒരു കാര്യം പറയാം. മത്തായി ഈ പല്ലുകടിയും കരച്ചിലും എന്ന് ഉപയോഗിക്കുന്നിടത്തെല്ലാം അതിന്റെ കൂടെ പുറത്തെ ഇരുട്ടിൽ അല്ലെങ്കിൽ പുറത്തെ തീച്ചൂളയിൽ എന്ന് പറയാറുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തീച്ചൂളയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇരുട്ടുണ്ടാവുക? ഈ ചോദ്യം ഞാനൊരു കുട്ടിയായിരിക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനെനിക്ക് നല്ല നുള്ളും കിട്ടിയിട്ടുണ്ട്. ഇനി ദുഷ്ടരുടെ അന്തിമമായ ശിക്ഷ എന്താണെന്ന് ബൈബിളിൽ നിന്ന് നിർദ്ധരിച്ചെടുക്കാൻ കഴിയും. നമുക്ക് പ്രധാനമായിട്ടും 2 ഉത്തരങ്ങളാണ് ഇപ്രകാരം കിട്ടുക. ഒന്നാമത്തേത് നിത്യപീഡ അഥവാ എറ്റേണൽ കോൺഷ്യസ് ടോർമെന്റ്. രണ്ടാമത്തേത് നിത്യനാശം, നിത്യമരണം അഥവാ അനിഹിലേഷൻ. ഈ 2 ശിക്ഷകൾക്കും ബൈബിളില് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ മുൻതൂക്കം കിട്ടിയേക്കുന്നത് നിത്യമായ നാശം, നിത്യമായ മരണം എന്ന അനിഹിലേഷൻ വാദത്തിനാണ്. പക്ഷെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് നിത്യപീഡ അഥവാ എറ്റേണൽ കോൺഷ്യസ് ടോർമെന്റ് ആണ്. നമുക്ക് നിത്യപീഡയെ ആദ്യം പരിശോധിക്കാം. സാധാരണ ക്രിസ്തീയ വിശ്വാസികള് നിത്യപീഡ എന്ന നരകമാണ് മനസ്സിൽ സങ്കല്പിക്കാറുള്ളത്. മത്തായി സുവിശേഷത്തിൽ മാത്രമാണ് നിത്യപീഡ എന്ന വിശ്വാസം നമ്മൾ കാണുന്നത്. ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും വേർതിരിച്ച ശേഷം നീതിമാന്മാർക്ക് കിട്ടുന്ന നിത്യജീവന് വിപരീതമായിട്ട് ദുഷ്ടർക്ക് നിത്യദണ്ഡനം അല്ലെങ്കിൽ നിത്യപീഡ കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ വേറെ ഒരിടത്തും നമുക്കിത് പൂർണ്ണമായും നിർദ്ധരിച്ചെടുക്കാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും എന്ന ഭാഗം ചില വ്യാഖ്യാതാക്കൾ നിത്യദണ്ഡനമായിട്ടും നിത്യപീഡനമായിട്ടും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാല് മറ്റു ചിലർ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെ ധനവാന്റെ അവസ്ഥ നിത്യപീഡനത്തിന്റെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. നമുക്ക് ലൂക്കാ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ആ ഉപമ ഒന്ന് കേട്ടു നോക്കാം. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവന്റെ വീട്ടുപടിക്കല് ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു.
ധനവാൻ ലാസറിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ധനവാൻ മരിക്കുന്നു, ലാസർ മരിക്കുന്നു. എന്നാൽ ധനവാൻ നരകത്തിൽ കിടക്കുമ്പോൾ ലാസർ അബ്രാത്തിന്റെ മടിയിലിരിക്കുന്നത് കാണുന്നു. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് ഈ ഉപമ വേറെ ഒരു സുവിശേഷത്തിലുമില്ല, ലൂക്കായിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ധനവാൻ കിടക്കുന്നത് നരകമെന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന യഥാർത്ഥ ഗ്രീക്ക് പദം ഗഹന്നയല്ല, മറിച്ച് ഹേഡിസ് ആണ്. മൂന്നാമത്തെ കാര്യം, ഈ സന്ദർഭത്തിൽ അന്തിമവിധി നടന്നിട്ടേയില്ല. ധനവാന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരര് ഭൂമിയിലുണ്ട്. അന്തിമവിധി കഴിഞ്ഞെങ്കിൽ ധനവാന്റെ ജീവിച്ചിരിക്കുന്ന സഹോദരര് ഭൂമിയിൽ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് മനസ്സിലാവുക, ധനവാൻ ഈ നരകത്തിൽ കിടക്കുന്നത്, ഈ ഹേഡിസ് എന്ന് പറയുന്ന നരകത്തിൽ കിടക്കുന്നത് മരണത്തിന് ശേഷമാണ്, എന്നാൽ അന്തിമവിധിക്ക് മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ലൂക്കായുടെ മാത്രം വിശ്വാസമാണ്. യേശു പഠിപ്പിച്ചതാകാൻ വഴിയില്ല. കാരണം മറ്റു സുവിശേഷങ്ങളിലെല്ലാം അന്തിമവിധിക്ക് ശേഷമാണ് ദുഷ്ടന്മാർ നരകത്തിൽ പോകുന്നതും നല്ലവര് സ്വർഗത്തിൽ പോകുന്നതും. ഇത് ലൂക്കായുടെ വിശ്വാസം മാത്രമാണെന്ന് പറയാൻ വേറൊരു കാര്യവുമുണ്ട്. യേശു കുരിശിൽ കിടക്കുമ്പോൾ വലതുവശത്തെ കള്ളനോട് നീ ഇന്ന് എന്റെ കൂടെ പർദീസയിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കള്ളന് മരിച്ചു കഴിഞ്ഞിട്ട്, എന്നാൽ അന്തിമവിധിക്ക് മുമ്പ് യേശു പർദീസ വാഗ്ദാനം ചെയ്യുവാണ്. നമ്മൾ ലൂക്കാ സുവിശേഷങ്ങളിൽ മാത്രമേ കാണത്തുള്ളൂ മരണശേഷം ഒരാളെ അന്തിമവിധിക്ക് മുമ്പ് തന്നെ സ്വർഗത്തിലോ നരകത്തിലോ വിടുന്നതായിട്ട്. സുവിശേഷങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് നിത്യപീഡ അല്ലെങ്കിൽ നിത്യദണ്ഡനം എന്ന് കണ്ടത്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് നിത്യനാശം അല്ലെങ്കിൽ നിത്യമരണം അല്ലെങ്കിൽ അനിഹിലേഷൻ എന്ന് പറയുന്ന ശിക്ഷയാണ്. ഞാൻ അതിനു വേണ്ടി ഒരു 3 ഉദാഹരണങ്ങൾ പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്, ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ വെച്ച് നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ദേഹം എന്ന് പറഞ്ഞ ശരീരം, ദേഹി എന്ന് പറഞ്ഞ ആത്മാവ്. അതായത് ആത്മാവുള്ള ആ ശരീരത്തിനെ നരകത്തിൽ വെച്ച് നശിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയല്ല, നശിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് നിത്യനാശമാണ്. അതേപോലെ യേശു ഉപമകളിലൂടെ സംസാരിക്കുമ്പോഴും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം അല്ലെങ്കിൽ കളകള് ഇവയെ എറിയുന്നത് എങ്ങോട്ടാണ്? നിത്യ അഗ്നിയിലേക്കാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു വൃക്ഷം അഗ്നിയിലേക്ക് എറിഞ്ഞാൽ അല്ലെങ്കിൽ കളകള് അഗ്നിയിലേക്ക് എറിഞ്ഞാൽ അവയ്ക്ക് എന്താണ് പറ്റുക? അവ കത്തിപ്പോവുകയാണ് ചെയ്യുക, അവ ഇല്ലാതാവുകയാണ് ചെയ്യുക, അവ ചാരമായി പോവും. അപ്പോ ഇവിടെയും യേശു പഠിപ്പിക്കുന്നത് നിത്യനാശമാണ്. ഇപ്പോ തന്നെ പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം വരും, ഈ കെടാത്ത തീയെക്കുറിച്ചും ചാകാത്ത പുഴുവിനെ കുറിച്ചും എപ്പോഴാണ് പറയാൻ പോകുന്നത്? ഇവിടെയും കോണ്ടെക്സ്റ്റിൽ വായിക്കേണ്ടി വരും. മർക്കോസിലെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് ഈ ഒരു ഭാഗം പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പുള്ള വരികൾ വായിച്ചു നോക്കാം. യേശു പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ നിങ്ങളുടെ ഒരു കൈ വെട്ടി എറിയുക. കാരണം 2 കൈയുള്ളവനായി നിത്യാഗ്നിയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഭേദം ഒരു കൈയുള്ളവനായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ കാൽ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ആ കാല് വെട്ടി ദൂരെ എറിയുക. കാരണം 2 കാലുള്ളവനായി നിത്യാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ ഭേദം മുടന്തനായി നിത്യജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. കാരണം 2 കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഭേദം ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. തുടർന്ന് യേശു പറയുന്നു, നരകത്തില് ചാകാത്ത പുഴുവുണ്ട്, കെടാത്ത തീയുണ്ട് എന്ന്. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ജീവന് വിപരീതമായിട്ടാണ് കെടാത്ത തീ എന്ന വാക്ക് യേശു ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ജീവന് എന്താണ് വിപരീതം? മരണമാണ്. നിത്യജീവന് വിപരീതമായിട്ടുള്ളത് നിത്യമരണമാണ്. കെടാത്ത തീയും ചാകാത്ത പുഴുവും യെശയ്യാ പ്രവാചകന്റെ വചനങ്ങളാണ് ഇവിടെ ഏറ്റുപറയുന്നത്. ദൈവനിന്ദകരുടെ വിധിയാണ് അവരുടെ ശരീരങ്ങള് പൊതുസ്ഥലത്ത് കിടക്കും. ആ ശരീരങ്ങളിലെ പുഴുവാണ് ചാകാത്തത്, തീയാണ് കെടാത്തത്. ഇത് തന്നെയാണ് യേശു ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. കോണ്ടെക്സ്റ്റിൽ വായിച്ചു കഴിഞ്ഞാൽ ഇവിടെയും യേശു സംസാരിക്കുന്നത് നിത്യനാശത്തെക്കുറിച്ചാണ്, നിത്യമരണത്തെക്കുറിച്ചാണ്. ഇത്രയുമാണ് ദൈവമായ ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, യേശു നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിത്യനാശമാണോ നിത്യപീഡയാണോ എന്ന് വായിക്കുന്നവർക്ക് വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരില് സഭകൾക്കിടയിൽ വ്യത്യാസമുണ്ട്. ചില സഭകളില് നിത്യമരണം പറഞ്ഞാണ് പേടിപ്പിക്കുന്നത്, എന്നാൽ മറ്റു സഭകളില് അവിടേക്ക് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് നിത്യപീഡ പറഞ്ഞ് പേടിപ്പിച്ചാണ്. ഈ നരകത്തെക്കുറിച്ച് ആൾക്കാർ പഠിക്കാത്തതുകൊണ്ട് അവര് ഇത് കേട്ട് പേടിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, യേശു പഠിപ്പിച്ച ദൈവരാജ്യം, അന്തിമവിധി, നരകം എന്നിവ അക്കാലത്ത് യഹൂദരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്ന അപ്പോകലിപ്റ്റിക് വിശ്വാസങ്ങളാണ്.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഈ അപ്പോക്കലിപ്റ്റിക് വിശ്വാസങ്ങൾ ഉണ്ടായത് അന്നത്തെ യഹൂദർക്ക് തങ്ങളെ ദൈവത്തെ പ്രതി പീഡിപ്പിക്കുന്നവർക്ക് ശിക്ഷ കിട്ടണമെന്ന അതിയായ ആഗ്രഹത്തിൽ നിന്നാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ദുഷ്ടന്മാർക്ക് കിട്ടുന്ന ശിക്ഷകളെക്കുറിച്ചും പലതരം അപ്പോകലിപ്റ്റിക് സാഹിത്യങ്ങൾ യഹൂദർക്കിടയിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. അബ്രാത്തിന്റെയും ഹാനോക്കിന്റെയും മോശയുടെയും എസ്രയുടെയും പേരിലൊക്കെ അനേകം വെളിപാട് പുസ്തകങ്ങൾ അക്കാലത്തെ യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമോ മോശയോ ഹാനോക്കോ ഒന്നും എഴുതിയ പുസ്തകങ്ങളല്ലായിരുന്നു ഇവ. അതുകൊണ്ട് തന്നെ ഈ അപ്പോക്കലിപ്റ്റിക് സാഹിത്യങ്ങൾ ഒന്നും തന്നെ ക്രിസ്ത്യൻ ബൈബിളിലോ യഹൂദ ബൈബിളിലോ നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല. കാരണം ഇവയെല്ലാം വ്യാജമായിരുന്നു. അവസാനമായിട്ട് BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 2-ാം നൂറ്റാണ്ട് വരെ യഹൂദ മതത്തിന്റെ ഭാഗമായിരുന്ന ഈ അപ്പോക്കലിപ്റ്റിക് വിശ്വാസങ്ങൾക്ക് ഇന്നത്തെ യഹൂദ മതത്തിൽ പ്രാധാന്യമില്ല. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടു ഗെഹിനോം എങ്ങനെ ഗഹനയായി എന്ന്, അപ്പോക്കലിപ്റ്റിക് വിശ്വാസങ്ങൾ എങ്ങനെ യേശുവിനെയും സ്നാപക യോഹന്നാനെയും സ്വാധീനിച്ചു എന്ന്. അതുമാത്രമല്ല, നമ്മൾ യേശു പഠിപ്പിച്ച നരകങ്ങളെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിച്ചു. ഈ നരകങ്ങളിലൊന്നും വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകൾ കാണുന്നില്ല. ഒരു മൊട്ടുസൂചി മോഷ്ടിച്ചാലും 100,000 ആൾക്കാരെ കൊന്നൊടുക്കിയാലും എല്ലാവർക്കും കിട്ടുന്നത് ഒരേ ശിക്ഷയാണ്. പക്ഷേ പല ക്രിസ്തീയ വിശ്വാസങ്ങളിലും പല തട്ടുകളുള്ള നരകത്തെയാണ് പഠിപ്പിക്കുന്നത്. പല തെറ്റുകൾക്കും പല ശിക്ഷകളാണ്. ഇപ്രകാരമുള്ള നരകങ്ങൾ എങ്ങനെയുണ്ടായി? ഇതിനായിട്ട് നമ്മൾ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പഠിക്കണം. BC 2-ാം നൂറ്റാണ്ടിലെ യഹൂദരെ പോലെ ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവരും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരും തങ്ങളെ പീഡിപ്പിച്ചവർക്ക് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ആ നീചന്മാർ ചെയ്ത പാതകത്തിനൊത്ത വിധമുള്ള ശിക്ഷ അവർക്ക് ലഭിക്കണമെന്ന് ഈ ആദിമ ക്രൈസ്തവർ ആഗ്രഹിച്ചു. BC 2-ാം നൂറ്റാണ്ടിലെ യഹൂദരെ പോലെ ഇവരും അപ്പോക്കലിപ്സുകൾ എഴുതി. യഹൂദ അപ്പോക്കലിപ്സുകളല്ല, ക്രിസ്ത്യൻ അപ്പോക്കലിപ്സുകൾ. അപ്പോ യഹൂദ അപ്പോക്കലിപ്സുകളിലെ അബ്രാത്തിനും മോശയ്ക്കും എസ്രായ്ക്കും ഒക്കെ പകരമായിട്ട് ക്രിസ്ത്യൻ അപ്പോക്കലിപ്സുകളിൽ പ്രത്യക്ഷപ്പെട്ടത് പത്രോസിന്റെയും പൗലോസിന്റെയും പേരുകളാണ്. കാലത്ത് വന്ന യോഹന്നാന്റെ വെളിപാട്, പത്രോസിന്റെ വെളിപാട്, പൗലോസിന്റെ വെളിപാട്, ഇവയെല്ലാം അപ്പോക്കലിപ്സുകളാണ്. എന്നാൽ ഇവയൊന്നും എഴുതിയത് പത്രോസോ പൗലോസോ ഒന്നും തന്നെയല്ല. അതായത് യഹൂദ മതത്തിലെ പോലെ തന്നെ ഇവയും വ്യാജമായിരുന്നു. അതുകൊണ്ടാണ് ഇവയൊന്നും ഇന്നത്തെ ബൈബിളിൽ നമ്മൾ കാണാത്തത്. പക്ഷേ ഈ പുസ്തകങ്ങളെല്ലാം തന്നെ പിന്നീടുണ്ടായ നരകസങ്കല്പത്തെ സ്വാധീനിച്ചു. ആ പുസ്തകങ്ങളുടെ കഥ, ആദിമ ക്രൈസ്തവര് നേരിട്ട പീഡനത്തിന്റെ കഥ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിശോധിക്കും. ഈ വീഡിയോയ്ക്ക് ഉപയോഗിച്ചേക്കുന്ന പുസ്തകങ്ങളുടെ റെഫറൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.